എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു ചടങ്ങിന് വരാൻ സാധിച്ചത്. ഇന്നലെയും ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് ഇവർ രണ്ടുപേരും ഈ വിഷ്ണുവും ബിബിനും ഒരുമിച്ച് നടന്നിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇവരെ കൂടുതലും രണ്ട് സ്ഥലത്തായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കണേ. പക്ഷെ ഇവരെന്ത് ചെയ്താലും നമുക്ക് കടക്കപ്രതിയില്ല എന്ന് പറഞ്ഞ അവരത്രയും പ്രിയപ്പെട്ടവരാണ്. നമുക്ക് അറിയാലോ. ഇപ്പോൾ ബിബിനാണെങ്കിലും നമുക്ക് വലിയ സന്തോഷമുണ്ട് ബിബിൻ അത് പറഞ്ഞതില്. അതെന്ന് വെച്ചാൽ നീ പറഞ്ഞ മറ്റേ സംഭവമല്ല കേട്ടോ. അതിൽ നേരത്തെ നീ ഇവിടെ സിമ്പിളായിട്ട് നിൽക്കുകയായിരുന്നു. പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെവി പറഞ്ഞു. പക്ഷെ ഇപ്പോ കൂടുതലൊന്നും പറയണ്ടെന്നല്ലേ പറയുന്നത്. എല്ലാവരും വിഷല് കാണുന്നുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോ വിഷ്ണുവും ബിബിനും, വിഷ്ണു ആണെങ്കിലും നമ്മൾ നിർമ്മിച്ച കട്ടപ്പനയിൽ ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് നായക സ്ഥാനത്തേക്ക് വന്നത്. അതുപോലെ ബിബിനും, ഇവർ രണ്ടും ശരിക്കും പറഞ്ഞാല് ഗംഭീര എഴുത്തുകാരായി മാറേണ്ട രണ്ടുപേരായിരുന്നു. പക്ഷെ അവര് വേറെ രീതിക്ക് തിരിഞ്ഞ് നടക്കുകയാണ്. വീണ്ടും അവർ വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്നുവെച്ചാൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ മോശമാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അവർക്ക് ആ മെടുക്കുണ്ട്, ആ ടാലന്റ് കളയരുത് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിന്റെ മിനി സ്റ്റുഡിയോ, ഞാൻ ഇതുപോലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളുടെ ബന്ധമുള്ളതാണ്. കോവിഡിനൊക്കെ മുമ്പ് തന്നെ മിനി സ്റ്റുഡിയോ വിനോദും ഞാനും ശരിക്കും ഒരു സിനിമ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടായി. അങ്ങനെ 2-3 സബ്ജക്റ്റുകളായി. പക്ഷെ പിന്നീട് നിങ്ങൾ ആ സിനിമകൾ വേറെ രീതിയിൽ കാണുകയുണ്ടായി. അത് നമ്മൾ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകത്തില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പൊ വിനോദും അതുപോലെ ജെയിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്ന ശുഭമൊക്കെ ആണെങ്കിലും നമുക്ക് അടുത്ത ബന്ധമുള്ള ആളുകളാണ്. പിന്നെ ബാബുഭായി പറഞ്ഞ പോലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തുടങ്ങി കാണുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാബുരാജ്. ഞാൻ വിദ്യാരാജ് പഠിക്കുമ്പോൾ അന്നൊക്കെ നമ്മളിവിടെ നമ്മളൊക്കെ മെലിഞ്ഞിങ്ങനെ ഇരിക്കുക. ഒരു ജിമ്മിലൊക്കെ പോയിട്ട് ഭയങ്കര ഇതിൽ വരിക. അപ്പൊ നമ്മള് സ്കൂളില് അങ്ങനെ പെൺകുട്ടികളായിട്ട് അങ്ങനെ സംസാരിക്കൊന്നുമില്ല. എന്നാലും നമ്മുടെ ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ നമ്മുടെ സ്വത്താണ് എന്നുള്ള മാനസികമായിട്ട് നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ അങ്ങനെ വിചാരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അവര് മുമ്പിലുണ്ടെങ്കിൽ ഞങ്ങൾ പുറകിലുണ്ടാവും. അപ്പോഴാണ് ഇവർ 3-4 പേര് നെഞ്ചൊക്കെ വിരിച്ചിട്ട് ഈ സാധനം നമ്മളിങ്ങനെ കരമുരി സ്കെൽട്ടനായിരിക്കണം. നമുക്കിതൊന്നും പറ്റൂല. പക്ഷെ അന്നൊന്നും ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചിട്ടില്ല. അന്ന് പുള്ളിനെ കണ്ടിട്ട് പോലുമില്ല, ഞാൻ പുള്ളി കണ്ടിട്ടുണ്ട് ഈ മസിലുള്ളതുകൊണ്ട്. അതിനുശേഷം ഞങ്ങൾ പിന്നീട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വന്നു. പിന്നീട് അദ്ദേഹം കറങ്ങി, ഞങ്ങൾ ഒരേ കോളേജിലാണ് പഠിച്ചത്, എൻ്റെ സീനിയറാണ്. പിന്നെ അതിനുശേഷം കറങ്ങി പുള്ളി അഭിനയത്തിലൂടെ വന്ന് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പല സിനിമകൾ ചെയ്തു. അതിൽ നിങ്ങൾ കണ്ടോ എടുത്തു പറയേണ്ട സിനിമകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് മായാമോഹൻ. ഞങ്ങൾ കമുകുമാരെ സിനിമ. അപ്പോ ഇവരെല്ലാവരും അഭിനയിക്കുന്ന ഈ സിനിമ. അതുപോലെ ഇതിലെ വിസ്മയ പറഞ്ഞു ഒരു ആദ്യത്തെ സിനിമയാണ്. വിസ്മയ ഓൾ ദി ബെസ്റ്റ്, എല്ലാം ഗംഭീരമാവട്ടെ. അതുപോലെ ബിബിനും ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, ശ്രീകാന്ത് തുടങ്ങിയ എല്ലാവരും വലിയ സന്തോഷം. ഈ സിനിമയുടെ വലിയൊരു സക്സസ്. ഇപ്പൊ കുറച്ച് സംസാരിക്കുന്നതെന്ന് മനസ്സിലായത് ഈ സിനിമ കുറച്ച് 1-2 വർഷങ്ങളുടെ കണ്ടന്റിന്റെ ബലം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് ചില കണ്ടന്റ്സ് അങ്ങനെയാണ്, എത്ര വർഷം പഴകിയാലോ ഈ വൈനിന് മദ്യത്തിന് വീര്യം കൂടുന്ന് പറയുന്ന പോലെ, ക്ലബായതുകൊണ്ടാണ് എന്ന് പറയുന്ന പോലെ സബ്ജക്റ്റിന് അത്രയും ഡെപ്ത് ഉണ്ട് എന്നാണ് ഇവിടുത്തെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായത്. ICU അത് നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം. ഇപ്പൊ ഇവിടെ പറയേണ്ടായി ഒരുപാട് സിനിമകൾ നോമ്പ് കാലത്താണെങ്കിലും സക്സസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കട്ടെ. കാരണം ഈ സിനിമയും വലിയൊരു വിജയമാവട്ടെ. കാരണം ഈ സിനിമ വലിയൊരു വിജയമാവേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്.
കാരണം മിനി സ്റ്റുഡിയോ നമ്മുടെ അടുത്ത സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എന്തായാലും കാശ് എന്തായാലും വന്നല്ലേ പറ്റും. എന്തായാലും ഓൾ ദ ബെസ്റ്റ്.